വെൽക്കം ടു അനൂസ് ലേണിംഗ് ഏരിയ. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ അടുത്തൊരു ടോപ്പിക്കാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആൻഡ് ഇക്കോണമി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. Tourism has been a successful driver of economic development in the state. It is an economic sector that provides direct and indirect employment through a variety of services, including transportation, lodging, food, ticketing, guiding, boating, rafting, trekking, and site maintenance. ടൂറിസം സാമ്പത്തിക വികസനത്തിൻ്റെ നല്ലൊരു ചാലകമാണ്. ടൂറിസം കാരണം ഒരു സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഗതാഗതം, താമസ സൗകര്യങ്ങൾ ഒരുക്കൽ, ഭക്ഷണം, ടിക്കറ്റ് ഫെസിലിറ്റീസ് ഒരുക്കൽ, ഗൈഡ് ചെയ്യുക, ബോട്ടിങ്, റാഫ്റ്റിങ്, ട്രെക്കിങ്, അതേപോലെ തന്നെ ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വിവിധ സേവനങ്ങളിലൂടെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിൽ നൽകുന്ന ഒരു സാമ്പത്തിക മേഖലയാണെന്ന് ടൂറിസത്തിനെ നമുക്ക് പറയാം. അപ്പോൾ ഒരു നാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ നാടിന് അതിൻ്റെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും അവിടുത്തെ കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിനെ കൊണ്ടുള്ളൊരു നേട്ടം ലഭിക്കുകയും ചെയ്യും. ദ ഹോസ്റ്റ് പ്രൊവൈഡ്സ് ദി സർവീസ് ടു പേയിങ് ഗസ്റ്റ്, റിസൾട്ടിങ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ബെനിഫിറ്റ് ഫോർ ബോത്ത് ദ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ കമ്മ്യൂണിറ്റീസ്. സേവനങ്ങൾ പണമടച്ച് അതിഥികൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ, പലതരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിലൂടെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നു. ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഇംപ്രൂവ് ടൂറിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഫെസിലിറ്റേറ്റ് വൈൽ ഓൾസോ പ്രൊമോട്ടിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്, ദെർബൈ മെയിൻറ്റെയിനിങ് എ കൺട്രീസ് ട്രേഡ് ബാലൻസ്. സഞ്ചാര സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും വിദേശ നാണയം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ഒരു രാജ്യത്തിൻ്റെ വ്യാപാര സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു. അപ്പം വിദേശ നാട്ടിൽ നിന്നുള്ള ആളുകൾ നമുക്ക് നമ്മുടെ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ അവിടെ നിന്നുള്ളൊരു ഫോറിൻ റിസർവ്സ് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുകയും വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇറ്റ് ഓൾസോ ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അൺഎംപ്ലോയിഡ് യൂത്ത്, അലോയിങ് ദം ടു ഏൺ എ ലിവിംഗ് ആൻഡ് പ്രൊവൈഡ് ഫോർ ദെയർ ഫാമിലീസ്. ഹവർ ടൂറിസം ക്യാൻ ഓൾസോ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ ഇക്കോണമി. ഇത് ഈ ഒരു ടൂറിസത്തിലൂടെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയും അവർക്കൊരു ഉപജീവന മാർഗ്ഗം നേടാനും അവരുടെ കുടുംബത്തിനോടൊപ്പം ജീവിക്കാനുള്ള ഒരു അവസരവും കൂടെ ഒരുക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞാലും ടൂറിസത്തിന് ചിലപ്പോഴൊക്കെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായിട്ടും ബാധിക്കാറുണ്ട്. ടൂറിസം ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇക്കണോമിക് ഡ്രൈവർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്ട്രോങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് വിത്ത് ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയിലേക്ക് മുന്നോട്ടും പിന്നോട്ടേക്കുള്ള ലിങ്കേജസ് ഉണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക ചാലകമാണെങ്കിൽ കൂടെ ചിലപ്പോഴെങ്കിലും സാമ്പത്തികമായിട്ട് അതിനെ മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ വലിക്കാറുണ്ട്. Studies in India, Brazil and Indonesia have found that tourism-related linkages are particularly strong, resulting in broad-based economic benefits such as job creation and poverty reduction. ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ടൂറിസം തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാണെന്നും അവ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്നും വിശാലമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ടൂറിസം മേഖല എന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എസ്റ്റിമേറ്റ്സ് ദാറ്റ് വൺ ജോബ് ഇൻ കോർ ടൂറിസം ഇൻഡസ്ട്രി ജനറേറ്റ് അപ്രോക്സിമേറ്റ്ലി 1.5 അഡീഷണൽ ജോബ്സ് ഇൻ ടൂറിസം റിലേറ്റഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. വ്യവസായത്തിലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്, ILO പറയുന്നത്, പ്രധാനമായിട്ട് ടൂറിസം വ്യവസായത്തിലെ ഒരു ജോലി വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. അത് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. ആ സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഏകദേശം 1.5 അഡീഷണൽ ആയിട്ടുള്ള ജോബ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ടൂറിസം എന്നാണ് പറയുന്നത്. 1.5% ടോട്ടൽ തൊഴിലിൽ ടൂറിസം പ്രൊവൈഡ് ചെയ്യുന്നത് 1.5% പറയുന്നുണ്ട്. ടൂറിസം ഹാസ് ഓൾസോ ബീൻ അക്നോളജ്ഡ് ഫോർ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനത്തിനുള്ള സംഭാവനകൾക്കായിട്ടും കൂടെ ടൂറിസത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ദ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽസ് 2012 റിപ്പോർട്ട് എംഫസൈസ് ദ ഇൻഡസ്ട്രീസ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു GDP, എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്സ്പോർട്സ് ആസ് വെൽ ആസ് ഗ്രോത്ത് ട്രെൻഡ്സ്, ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ്, വൈഡ് സ്പ്രെഡ് ഡിസ്ട്രിബ്യൂഷൻ within national economies, infrastructure investment and strong economic returns from well-designed destinations and marketing efforts. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ 2012 റിപ്പോർട്ട് പ്രകാരം GDP, തൊഴിൽ, കയറ്റുമതി, വളർച്ചാ പ്രവണതകൾ, പരോക്ഷമായ നേട്ടങ്ങൾ, ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ വ്യാപകമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള നിക്ഷേപം, നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്ത ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്നും വിപണന ശ്രമങ്ങളിൽ നിന്നുമുള്ള ശക്തമായ സാമ്പത്തിക വരുമാനം എന്നീ വ്യവസായത്തിൻ്റെ ഗണ്യമായ സംഭാവനയ്ക്ക് ഊന്നൽ നൽകുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിൻ്റെ 2012 റിപ്പോർട്ട് അനുസരിച്ചിട്ട് ടൂറിസം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. GDP എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിനെയാണ്, ഒരു വർഷത്തിലുള്ള മൊത്തം വരുമാനത്തിനെയാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ടൂറിസം മേഖല മൊത്തം വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഗ്രോത്ത്, വളർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഈ ടൂറിസം കൊണ്ടുണ്ടാകുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർനാഷണൽ tourism is also linked to economies development because of its ability to generate foreign exchange, facilitate capital and knowledge transfer and contribute to the balance of payment and macroeconomic stability in developing economies or countries. വികസ്വര രാജ്യങ്ങളിൽ വിദേശ നാണയം സൃഷ്ടിക്കുന്നതിനും മൂലധനവും വിജ്ഞാന കൈമാറ്റവും സുഗമമാക്കുന്നതിനും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലേക്കും അതേപോലെ തന്നെ
സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്ഥിരതയിലേക്കൊക്കെ സംഭാവന ചെയ്യാനുള്ള കഴിവ് അന്താരാഷ്ട്ര ടൂറിസത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം സാമ്പത്തിക വികസനവുമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് നാടുകളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വിദേശികളായിട്ടുള്ളവർ ടൂറിസത്തിന് വരുന്നതാണ്, വിനോദസഞ്ചാരത്തിന് എത്തിച്ചേരുന്നതാണ്. അവർ വിനോദസഞ്ചാരത്തിന് എത്തിച്ചേരുമ്പോൾ നമുക്കത് വിദേശ നാണയ ശേഖരത്തിലേക്ക് മുതൽക്കൂട്ടാവുകയും നമ്മുടെ മൂലധന നിക്ഷേപത്തെ അത് പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം നമ്മുടെ വിജ്ഞാന കൈമാറ്റം നടക്കുകയും നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുകയും ട്രേഡ് ബാലൻസിലെത്തുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനും ടൂറിസം കൊണ്ട് സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ടൂറിസത്തിന് സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്.